ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ പരുക്കൻ പർവ്വതങ്ങളുടെ ഹൃദയഭാഗത്താണ് ഖൂർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ശ്രദ്ധേയമല്ലെങ്കിലും ചരിത്രത്തെ രൂപപ്പെടുത്തുന്ന ഒരു രാജവംശം പിറവിയെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു ഭൂമി. ഖുരീദ് രാജവംശത്തിൻ്റെ കഥ അവ്യക്തതയിൽ ആരംഭിക്കുന്നു, മഹത്വത്തിലേക്ക് ഉയരുന്നു, ഇന്നും പ്രതിധ്വനിക്കുന്ന ഒരു പൈതൃകത്തോടെ മങ്ങുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖൂർ സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഒരു കലവറയായിരുന്നു. അതിലെ ആളുകൾ തുടക്കത്തിൽ ബുദ്ധമതക്കാരായിരുന്നു. അവരുടെ പർവ്വത പ്രദേശത്ത് സ്വസ്ഥമായി ജീവിച്ചിരുന്നു. എന്നിരുന്നാലും 10-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഈ മേഖലയിലേക്ക് വ്യാപിച്ചപ്പോൾ ഖൂറിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ചപ്പോൾ ഒരു സ്മാരകമായ മാറ്റം സംഭവിച്ചു. ഈ പരിവർത്തനം ഖുരീദ് രാജവംശത്തിൻ്റെ ഉദയത്തിന് അടിത്തറയിട്ടു. ആദ്യം മധ്യദക്ഷിണേഷ്യയിലുടനീളമുള്ള വിശാലമായ പ്രദേശങ്ങൾ നിയന്ത്രിച്ചിരുന്ന ശക്തമായ ഗസ്നാവിഡ് സാമ്രാജ്യത്താൽ ഖുരീദുകൾ മറഞ്ഞു. ഖുരീദുകൾ സമാന്തരന്മാരെ സേവനമനുഷ്ഠിച്ചു. എന്നാൽ ഗസ്നാവിഡുകൾ ദുർബലമായതോടെ അവരുടെ അഭിലാഷങ്ങൾ വളർന്നു. തൻ്റെ ജനതയെ ഉയർത്താൻ ദൃഢനിശ്ചയം ചെയ്ത ഒരു ഉജ്ജ്വല നേതാവായ അലാ അൽദിൻ ഹുസൈൻ വഴിയാണ് വഴിത്തിരിവായത്. ജഹാൻസുസ് അല്ലെങ്കിൽ ലോകത്തെ കത്തുന്നയാൾ എന്നറിയപ്പെടുന്ന അലാ അൽദിൻ ഗസ്നാവിഡ് തലസ്ഥാനമായ ഗസ്നയിൽ ധീരമായ ആക്രമണം നടത്തി. നഗരം കത്തിച്ചു. ഗസ്നാവിഡ് ആധിപത്യത്തിൻ്റെ പ്രതീകാത്മക അന്ത്യവും ഖുരീദ് സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കവും അടയാളപ്പെടുത്തി. ഇന്ത്യയിലെ ഖൂറിൻ്റെ മുഹമ്മദിൻ്റെ പ്രചാരണങ്ങൾ വെല്ലുവിളികളില്ലാത്തതായിരുന്നില്ല. 1991 രജപുത്ര രാജാവായ പൃഥ്വിരാജ് ചൗഹാനെതിരെ നടന്ന 1-ാം തരൈൻ യുദ്ധത്തിൽ അദ്ദേഹം ദയനീയ പരാജയം ഏറ്റുവാങ്ങി. പക്ഷേ മുഹമ്മദ് അത്ര എളുപ്പം വിട്ടുകൊടുക്കുന്ന ആളായിരുന്നില്ല. അടുത്ത വർഷം തന്നെ അദ്ദേഹം നന്നായി സജ്ജീകരിച്ച സൈന്യവുമായി മടങ്ങിയെത്തി. 2-ാം തരൈൻ യുദ്ധത്തിൽ നിർണായക വിജയം നേടി. ഈ വിജയം ഉത്തരേന്ത്യൻ രാജ്യങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ തകർത്ത പ്രദേശത്തെ മുസ്ലിം ഭരണത്തിനുള്ള വാതിൽ തുറന്ന ഒരു ജലരേഖയായിരുന്നു. ഖുരീദികൾ വെറുമൊരു ജേതാക്കളായിരുന്നില്ല, അവർ വിദഗ്ധരായ ഭരണാധികളായിരുന്നു. അവരുടെ വിശാലവും വൈവിധ്യപൂർണവുമായ സാമ്രാജ്യം ഭരിക്കാൻ അവർ വിശ്വസ്തരായ ജനറൽമാരെയും ഗവർണർമാരെയും ആശ്രയിച്ചു. അവരിൽ പലരും അടിമകളായിരുന്ന തുർക്കികളായിരുന്നു. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഖുരീദ് പാരമ്പര്യം ഉറപ്പാക്കിക്കൊണ്ട് പിന്നീട് ഡൽഹി സുൽത്താനത്ത് സ്ഥാപിക്കുന്ന ശ്രദ്ധേയനായ നേതാവായ ഖുതുബ് അൽദിൻ ഐബക്കും അവരിൽ ഉൾപ്പെടുന്നു. ഖുരീദുകളുടെ കീഴിൽ കലയും വാസ്തുവിദ്യയും വിദ്യാഭ്യാസവും അഭിവൃദ്ധിപ്പെട്ടു. ഇസ്ലാമിനോടുള്ള അവരുടെ ഭക്തിയും അവരുടെ സാംസ്കാരിക വൈദഗ്ധ്യവും പ്രകടമാക്കുന്ന വലിയ പള്ളികളും മദ്രസകളും മറ്റ് സംസ്കാര സ്മാരകങ്ങളും അവർ നിർമ്മിച്ചു. ഈ ഘടനകൾ അവരുടെ ശക്തിയെയും കാഴ്ചപ്പാടിനെയും പ്രതീകങ്ങളായി മാറി. അവയിൽ ചിലത് ഇപ്പോഴും അവരുടെ നേട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായി നിലകൊള്ളുന്നു. എന്നിരുന്നാലും പല സാമ്രാജ്യങ്ങളെയും പോലെ ഖുരീദുകളുടെ മഹത്വം നിലനിൽക്കാൻ വിധിക്കപ്പെട്ടിരുന്നില്ല. 1202 ഖിയത് അൽദീൻ്റെ മരണത്തിനും 1206 ഖൂറിലെ മുഹമ്മദിൻ്റെ വധത്തിനു ശേഷം സാമ്രാജ്യം അഴിഞ്ഞു വീണു. ശക്തമായ നേതൃത്വമില്ലാതെ അവരുടെ പ്രദേശങ്ങൾ ഖ്വാരസ്മിയൻ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള മറ്റ് ശക്തികളാൽ പെട്ടെന്ന് ആഗീകരണം ചെയ്യപ്പെട്ടു. എന്നാൽ അവരുടെ ഭരണത്തിൻ്റെ അവസാനം അവരുടെ സ്വാധീനത്തിൻ്റെ അവസാനമായിരുന്നില്ല. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിൻ്റെ അടിത്തറയിട്ടത് ഖുരീദ് രാജവംശമാണ്. അവരുടെ അധിനിവേശങ്ങളും ഭരണ സംവിധാനങ്ങളും ഡൽഹി സുൽത്താനത്തിനും പിന്നീട് മുഗൾ രാജ്യത്തിനും വഴിയൊരുക്കി. അവരുടെ വാസ്തുവിദ്യയും സാംസ്കാരികവുമായ സംഭാവനകളിലൂടെ തലമുറകളെ സ്വാധീനിക്കുന്ന ഒരു അടയാളം അവർ അവശേഷിപ്പിച്ചു. ഖുരീദ് രാജവംശത്തിൻ്റെ കഥ പ്രതിരോധശേഷിയുടെയും ദർശനത്തിൻ്റെയും ഒന്നാണ്. ഖൂറിൻ്റെ വിദൂര പർവ്വതങ്ങളിൽ എളിയ തുടക്കം മുതൽ ദക്ഷിണേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ശക്തികളൊന്നായി മാറുന്നതുവരെ അവരുടെ യാത്ര അഭിലാഷത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും പരിവർത്തന ശക്തിയുടെയും തെളിവാണ്. അവരുടെ ഭരണം ഹ്രസ്വമായിരുന്നെങ്കിലും അവരുടെ പാരമ്പര്യം ചരിത്രത്തിൻ്റെ സ്ഥായിയായ ആഘാതത്തെക്കുറിച്ച് നമ്മെ പ്രചോദിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.